ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു വെജിറ്റബിൾ ബിരിയാണി ആയാലോ? ഞാനിന്നൊരു വെജിറ്റബിൾ ബിരിയാണി ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത്. അതിനായി ഒരു കടായി വെച്ച് അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ക്വാണ്ടിറ്റി നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി അത് നന്നായി വഴഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യമായ ബാക്കിയുള്ള ചേരുവ ചേർത്ത് കൊടുക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, വീഡിയോ എല്ലാവരും മുഴുവനായും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, അഭിപ്രായം നല്ലതായാലും മോശമായാലും കമൻറ്റ് ചെയ്യണം. ഇനി അതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുത്തത്. തക്കാളിയും സവാളയും കൂടി നന്നായി വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പിട്ടതിന് ശേഷം വീണ്ടും നന്നായി വഴറ്റിയെടുക്കാം. തക്കാളിയും ഉള്ളിയും നല്ലോണം വഴറ്റിയെടുക്കുമ്പോഴാണ് മസാലയ്ക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നന്നായി വഴഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി പച്ചമണം മാറുന്നവരെ നല്ലോണം വഴറ്റിയെടുക്കണം. ഇതാ ഇവിടെ നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അധികം പൊടികളുടെ ആവശ്യമൊന്നുമില്ല. ചിക്കൻ, ബീഫ് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രമേ നമുക്ക് അധികം മസാലപ്പൊടി ആവശ്യമുള്ളൂ. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഈ 3 പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. അതും കുറഞ്ഞ അളവിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ, അധികം ആവരുത്. ഇനി അതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഗ്രീൻ പീസ്, കടല ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് മാത്രമല്ല, വെജിറ്റബിൾ ബിരിയാണിയിലേക്ക് നമുക്ക് വേറെയും കുറേ വെജിറ്റബിൾസ് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ മക്കൾക്ക് അധികം ഇഷ്ടമല്ലാത്തത് കൊണ്ട്, കഴിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഇത് മാത്രം എടുത്തത്. സോയാബീൻ, ബീൻസ് അങ്ങനെ എന്തൊക്കെയോ കുറേ വെജിറ്റബിൾസ് ചേർക്കുന്നവരുണ്ട്, കോളിഫ്ലവർ ഒക്കെ ചേർക്കുന്നവരുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതൊക്കെ ചേർക്കുന്നത് തന്നെയാണ് നല്ലതും ടേസ്റ്റും അത് തന്നെയാണ്. പക്ഷേ ഇവിടെ കുട്ടികൾ അതൊക്കെ കണ്ടാൽ കഴിക്കൂല, അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായി തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി വിതറി കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെജ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കണം. പിന്നെ ഞാൻ അവസാനമായിട്ട് കുറച്ച് ബിരിയാണി മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, താല്പര്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. ഒരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കണം. അതിനായി ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 സ്പൂണ് നെയ്യാണ് ഒഴിക്കുന്നത്. കുക്കറിലല്ലാതെയും ഉണ്ടാക്കാം. ഇനി ഇവിടെ പകുതി സവാള അരിഞ്ഞതും പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗീ റൈസ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാലോ. 1 കപ്പരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കുക്കറിലായതുകൊണ്ട് തന്നെ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കണക്ക് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1/2 കപ്പ് വെള്ളം കൂടി അധികം ഒഴിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തിളക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. കഴുകി വെച്ച അരിയാണ്. ഇനി നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒറ്റ വിസിൽ തന്നെ ഫ്ലെയിം ഓഫാക്കണം.
അല്ലെങ്കിൽ അധികം വെന്ത് പോവും കുക്കറിലായതുകൊണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം. അതിനായി ഒരു പാത്രം വെച്ച് ഞാൻ ആദ്യം റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. റൈസ് പകുതി ഇട്ടതിന് ശേഷം അതിൻ്റെ നടുവിലായിട്ടാണ് മസാല ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ അല്ലാതെ ദം ബിരിയാണി ആയിട്ടും ചെയ്യാം. പക്ഷേ വെജിറ്റബിൾ ആയതുകൊണ്ട് ദം ബിരിയാണി ആയിട്ട് ചെയ്യുമ്പോൾ വെജിറ്റബിൾസ് കൂടുതൽ അടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ലെയറായിട്ട് ചെയ്യുന്നത്. ബീഫ് ചിക്കനൊക്കെയാണ് ദം ബിരിയാണി ചെയ്യാൻ വേണ്ടിക്ക് നല്ലത്. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് വെജിറ്റബിൾസ് മസാല ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി റൈസ് കൂടി അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. വളരെ ഈസിയാണ്. കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റൈസ് തന്നെയാണിത്. അഥവാ ചിക്കനും നോൺ വെജൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ചിക്കൻ പൊരിച്ചതും എഗ്ഗ് ഓംലെറ്റും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം. പക്ഷേ ഇങ്ങനെ കഴിക്കുമ്പോൾ കുട്ടികൾക്ക് വെജിറ്റബിൾസ് കൂടി എത്തും. നമ്മൾ ചിക്കൻ ബിരിയാണിയൊക്കെ ആക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ, ചിക്കൻ മാത്രമൊക്കെ അല്ലേ കൂടുതൽ കഴിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈസി വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ഈസിയാണ്. ഇങ്ങനെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കണം. തീർച്ചയായിട്ടും കുട്ടികൾ കഴിക്കും. കാരണം കൂടുതൽ വെജിറ്റബിൾസൊക്കെ ഇട്ടാലാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുക. മുതിർന്നവർക്കാണെങ്കിൽ അങ്ങനെയൊക്കെ വേണമെന്നുള്ളൂ. കുട്ടികൾക്ക് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കും. ആ ഒരു വെജിറ്റബിൾസിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ തന്നെയുണ്ട്. അപ്പോൾ എല്ലാവരും